ഞങ്ങളിവിടെ അബുദാബിയിലെ അമ്പലം കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ 3 തൊട്ട് 4 വരെയുള്ള സമയമാണ് ഞങ്ങൾക്ക് ടൈം സ്ലോട്ട് കിട്ടിയേക്കുന്നത്. അതാ ദൂരെ അമ്പലം കാണാം. അബുദാബിയുടെ മരുഭൂമിക്കുള്ള ലോകത്തിന്റെ സമാധാനത്തിന് ശക്തമായ സന്ദേശം നൽകുന്ന ഒരു അത്ഭുത ശില്പമാണ് ബാബ്സ് ഹിന്ദു മന്ദിർ. ഇത് അബുദാബി സിറ്റിയിൽ ഒരു അരമണിക്കൂറേ ഉള്ളൂ. അബു മുരായിഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു ബാബ്സ് ഹിന്ദു മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആണ്. അമ്പലത്തിന്റെ വേറൊരു സൈഡ് വ്യൂ ആണ്. ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ വെള്ളം കുളത്തിന് ഉദ്ദേശിച്ചായിരിക്കണം ചെയ്തേക്കുന്നത്. 2024 ഫെബ്രുവരി 14 ലോക ശ്രദ്ധ നേടിയ ഈ മഹാക്ഷേത്രം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഒരുമിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. നല്ല തണുത്ത കാറ്റും പിന്നെ കുറച്ച് സ്റ്റെപ്പുകളും കയറണം എന്ന് പറഞ്ഞ സമയത്ത് ഞാനും 1-2 പേരും കൂടെ നല്ലൊരു വ്യൂ പോയിന്റ് അവിടെ വെയിറ്റ് ചെയ്തു. ബാക്കിയുള്ള എല്ലാവരും മഞ്ജുവൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മഞ്ജുവൊക്കെ ആ സ്റ്റെപ്പ് കയറി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോയി. ചില ഭാഗങ്ങൾ നമുക്ക് വീഡിയോയും ഫോട്ടോ ഒന്നും എടുക്കാൻ സാധിക്കില്ല, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും വൈകിട്ടായതുകൊണ്ട് ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആ ഒരു രീതിയായിരുന്നു. നല്ലൊരു അനുഭവം തന്നെയാണ് ബാബ്സ് ഹിന്ദു മന്ദിർ. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഇരുമ്പോ സ്റ്റീലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. ഈ അബുദാബിയിലെ അമ്പലത്തിന്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വന്ന് തന്നെ കാണണം. അത്രയേറെ മാർബിളിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഭംഗിയാണ്. സുനിച്ചേട്ടനും 1-2 പേരും അവിടെ ദൂരെ ഇരിക്കുന്നുണ്ട്. അവർക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാന്നും പറഞ്ഞ് വന്നില്ല. അവർക്ക് ശരിക്കും ഒരു നഷ്ടം തന്നെയാണ് ഇവിടെ വന്ന് കാണാത്തത്. നല്ല ഭംഗി അമ്പലം കാണാനായിട്ട്. പക്ഷെ അകത്തൊന്നും ഫോട്ടോയോ വീഡിയോ അലൗഡ് അല്ല. അത് വന്ന് തന്നെ കണ്ടാലേ ഭംഗി അറിയാൻ പറ്റും. ഇതാണ് അബുദാബിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്, കിങ്ലോങ്. അങ്ങനെ അബുദാബിയിലെത്തിയിട്ട് ഷെയ്ഖ് സായിദ് മോസ്കും ബാബ്സ് ഹിന്ദു മന്ദിർ എല്ലാം കഴിഞ്ഞ് 2 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കത ഡോ ക്രൂസിൻ്റെ അടുത്തെത്തി. ഇനി 2 മണിക്കൂർ ഇൻ്റർനാഷണൽ ബുഫേ ഡിന്നറൊക്കെ അനുഭവിച്ച് ഈ തണുത്ത അന്തരീക്ഷത്തിലെ ഒരു ഗംഭീരമായ 2 മണിക്കൂറുള്ള ദുബായ് ഡോ ക്രൂസാണ്. ഇത് ഒരു ഗംഭീര അനുഭവമാണ് ദുബായിൽ വന്നു കഴിഞ്ഞാൽ. ഞങ്ങളിതാ ദുബായിൽ ഡോ ക്രൂസിലാണ്. ഞങ്ങളുടെ ടേബിളാണ്. അപ്പൊ കറക്റ്റ് ടൈമിലായിരുന്നു ഇന്നത്തെ ഒരു ഡിന്നർ. കാരണം എല്ലാവരും വിശന്ന് തുടങ്ങി. നല്ല ഒരു അന്തരീക്ഷം. അങ്ങനെ എല്ലാവരും സ്റ്റാർട്ടറൊക്കെ കൊണ്ടുപോയി. എന്താ പറയുക, വെജ് റോളൊക്കെ ആയിരുന്നു സ്റ്റാർട്ടറായിട്ട്. നല്ലൊരു ആംബിയൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡിന്നർ ക്രൂസും ഡിന്നറും മാത്രമല്ല, മാജിക് ഷോ ഉണ്ട്. മീനാക്ഷി ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള കുട്ടിയാണ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് മീനാക്ഷി ഫാമിലിയുടെ ഞങ്ങളുടെ കൂടെ ഇതിന്റെ തായ്ലാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മജീഷ്യനായിട്ട് കുറച്ച് സമയം മീനാക്ഷിയാണ് നിൽക്കുന്നത്. നല്ല തമാശയുള്ള കാര്യങ്ങളായിരുന്നു. ഈ ഒരു മാലയൊക്കെ അതിന്റെ ഉള്ളിലിടാൻ പറയും. അതിനുശേഷം നോക്കുന്ന സ്ഥലത്ത് മീനാക്ഷിക്ക് തോന്നും അതൊരു പാമ്പ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അങ്ങനെ കുറെ ഫണ്ണി മോമെന്റുകളായിരുന്നു. ഡിന്നറിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പാസ്ത ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും സുഭിക്ഷമായിട്ടുള്ള ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. നല്ലൊരു അനുഭവമാണ്. ഈ മുകളിലത്തെ ഡെക്കിൽ വന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീലും ആ ക്ലൈമറ്റിൻ്റെ ആ ഫീലും നമുക്ക് കിട്ടും. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ് ഇതിൽ സെർവ് ചെയ്തത്. ഡിന്നർ എല്ലാം കഴിഞ്ഞ സമയത്ത് പിന്നെ അടുത്ത കലാപരിപാടി ഡാൻസ് ആണ്.
പക്ഷെ ഇതിൻ്റെ മ്യൂസിക് നമുക്ക് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഇടാൻ സാധിക്കാത്തത്. നല്ല രസമുള്ള ഒരു ഡാൻസാണ്. കാരണം അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത്ര സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറയാം. നമ്മളൊക്കെ ആണെങ്കിൽ തലയിറങ്ങി അതാണ് അവസ്ഥ. അതേപോലെ തന്നെ കുറച്ച് ലൈറ്റുള്ള ഇലുമിനാറ്റി സ്റ്റൈലിലുള്ള ആ ഒരു ഡ്രസ്സും എന്തായാലും രസമായിരുന്നു. അതിനുശേഷം കുറച്ച് സമയം ഉണ്ടായിരുന്നു അത്. അതിനുശേഷം നമ്മൾ കാണുന്നത് പെട്ടെന്ന് പുറകുന്ന ഒരു പ്രത്യേക ഒരു വേഷവിധാനത്തിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് വരുന്നതായിരുന്നു. നല്ലൊരു ഫണ്ണി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മളെ കൊണ്ടൊക്കെ ഡാൻസ് ഒക്കെ കളിപ്പിക്കും. ഈ കാണുന്ന കലാകാരന്മാരാണ് ഇവരുടെ പ്രകടനങ്ങളൊക്കെ നമ്മൾ കാഴ്ചവെച്ചത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എന്നൊക്കെ സമ്മതിക്കണം. അതിനുശേഷം മഞ്ജുനൊരാഗ്രഹം ഈ ഒരു ഡിന്നർ ക്രൂസ് ഓടിച്ചാലോ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു അഭ്യാസ പ്രകടനമാണ് നിങ്ങളെല്ലാവരും ഈ കാണുന്നത്. ഈ ക്രൂസിൽ എല്ലാവരും വളരെ കോപ്പറേറ്റീവാണ്, വളരെ ഫണ്ണിയാണ്. നമ്മളെ എപ്പോഴും എൻ്റർടൈൻ ചെയ്യാനായിട്ട് 100% അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കെട്ടിടങ്ങൾ മാത്രമല്ല, ഈ ദുബായ് ക്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദുബായ് നഗരത്തിൻ്റെ ഹൃദയം ഒഴുകുന്നത് ദുബായ് ക്രീക്കിലൂടെ എന്ന് നമുക്ക് പറയാം. ഈ ഡോ ക്രൂസ് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഒരു പോലെ തോന്നുമെങ്കിലും അകത്ത് നല്ല ആധുനിക സൗകര്യങ്ങളും ഉണ്ട്. 2 മണിക്കൂറാണ് ഈ യാത്ര. ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ബുഫേ ഡിന്നർ ഉണ്ട്, അതിൽ ഇന്ത്യൻ ഉണ്ട്, അറബിക് ഉണ്ട്, കോണ്ടിനെന്റൽ വിഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ സംഗീതവും തനൂര ഡാൻസും മാജിക് ഷോവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ 2 മണിക്കൂർ വളരെ എൻ്റർടൈൻഡ് ആയിരിക്കും. അപ്പോൾ ദുബായിൽ വരുന്ന എല്ലാ ആൾക്കാരും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദുബായ് ഡോ ക്രൂസ് ഡിന്നർ. ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ഈ കാഴ്ചകളും ഈ അനുഭവമൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് താഴ്ത്തുനിന്ന് മഞ്ജു എന്നെ വിളിച്ചത്. ഇനി കലാശക്കൊട്ടാണ്, ഇനി ഡാൻസാണ്. എല്ലാവരെ കൊണ്ടും ഡാൻസ് കളിപ്പിക്കും. നല്ല ഗംഭീരമായ ഹിറ്റ് സോങ്സ് ഒക്കെ ഇടും, ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഇടും. അതിനനുസരിച്ച് നമുക്ക് ഡാൻസ് കളിക്കാം. അപ്പോൾ ഈ ഒരു ഡാൻസ് കളിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ടാവും. എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ എൻഡിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവും. എന്തായാലും 2 മണിക്കൂർ പോയത് അറിഞ്ഞേയില്ല. സമയം 10:40 ഇനി നേരെ റൂമിലേക്ക് നിന്നു. ഇന്നലത്തെ ഒരു ലോങ് ഒരു യാത്രയായിരുന്നു. അപ്പൊ ഇനി സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. എല്ലാവരും അത്യാവശ്യം ടയേർഡായി, ഭക്ഷണമൊക്കെ വയറ് നിറച്ച് കഴിച്ചു. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഇനിയിപ്പോൾ നമ്മൾ നാളെ ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. ബാക്കിയുള്ള 4 ദിവസം ഒന്നിച്ച് ആ കാഴ്ചകൾ കാണാം. കൂടാതെ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് പാക്കേജസിന് സൺറൈസിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം ദുബായ്.